ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ റൂമിലെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എക്സ്ട്രാ ലൈറ്റ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എന്താണെന്നറിയില്ല, എനിക്ക് ഇന്ന് ഇങ്ങനെ എടുക്കാൻ തോന്നി. ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഏൺ ചെയ്ത പൈസ കൊണ്ട് ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൽ കുറേ സാധനങ്ങൾ എന്താ പറയുക, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. നമുക്ക് ലൈഫ് ലോങ് അല്ല, കുറച്ചധികം ഇയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ചിലത് ഞാനിങ്ങനെ പൈസ കുറേ വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് പക്ഷെ ഞാൻ എൻ്റെ ലൈഫിലേക്ക് എന്താ പറയുക, കുറച്ചധികം കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ഐപാഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എൻ്റെ കുറേ കാലത്തൊരു ആഗ്രഹമാണ് ഒരു ഐപാഡ് വാങ്ങണമെന്ന്. സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിന് മുന്നേ ഒന്നും എനിക്കങ്ങനെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ വർക്ക് ചെയ്തിരുന്ന പ്ലേസിൽ എനിക്കൊരു ഐപാഡ് ഉണ്ടായിരുന്നു. ഞാൻ അതിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഞാൻ ഇത്രയും കാലം ഫോണിൽ എനിക്ക് ടാബോ കാര്യങ്ങളോ ഒന്നും ചെറുപ്പത്തിൽ കിട്ടിയിട്ടില്ല. ഫോൺ തന്നെയാണ് യൂസ് ചെയ്തത്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു അതും +1 +2 ഒക്കെ ആയപ്പോഴാണ് എനിക്ക് ഫോൺ കിട്ടിയത്. എൻ്റേതായിട്ടുള്ളൊരു ഫോൺ, എൻ്റെ സ്വന്തം എന്ന് പറയാൻ ഒരു മിനിറ്റ് ഞാൻ ഇരിക്കട്ടെ. എൻ്റെ സ്വന്തം എന്ന് പറയാനുള്ളൊരു ഫോൺ എനിക്ക് കിട്ടിയത് +1 +2 കാലഘട്ടത്തിലാണ്. അതും ചേച്ചിയുടെ പഴയ ഫോണാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് കേട്ടോ. പുതിയ ഫോണൊന്നുമല്ല. ചേച്ചിക്ക് പുതിയ ഫോൺ മേടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് പഴയ ഫോൺ കിട്ടി, അങ്ങനെ. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ പണ്ട് ഇങ്ങനെ ടാബ്ലറ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ കസിൻസിൻ്റെ അടുത്തൊക്കെ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. യെസ്, ഐ തിങ്ക് സോ, ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്നും വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ. ടാബ്ലറ്റും ലാപ്ടോപ്പും എനിക്ക് വലിയ ആഗ്രഹമില്ലാത്ത സംഭവമായിരുന്നു. ഫോൺ തന്നെയായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ ഈ ഇടയായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്ന പ്ലേസിൽ ടാബ്ലറ്റ് യൂസ് ചെയ്തിരുന്നു, അതായത് ഐപാഡ് യൂസ് ചെയ്തിരുന്നു. അതിനുശേഷം എനിക്ക് ഐപാഡ് എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസ് ഞാൻ റിസൈൻ ചെയ്ത കാരണം എനിക്കിപ്പോൾ അത് ഐപാഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവർക്ക് റിട്ടേൺ കൊടുത്തു. ഓക്കെ, റിട്ടേൺ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ എന്തോ ഒന്നിങ്ങനെ നഷ്ടപ്പെട്ടു പോയ പോലെ എനിക്കൊരു ഫീലിങ്. അപ്പോൾ തൊട്ടേ ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു ഐപാഡ് വാങ്ങണം, അല്ലെങ്കിൽ ആ ഒരു ഡേ എനിക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് പോയപ്പോഴാണ് എനിക്കൊരു ഐപാഡ് വാങ്ങാം. കാരണം എനിക്കത് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഐപാഡ് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന iPhone 16 ആണ്. ഇത് വാങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2 years ആവുന്നേ ഉള്ളൂ. 2 years ആയോ? 2 years. ഒരു മിനിറ്റ് കേട്ടോ, മൈക്കെല്ലാം മൈക്കാൻ താഴെ വെച്ചാണ്. ഇത് വാങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2 years ആവുന്നേ ഉള്ളൂ. 1.5 years കഴിഞ്ഞിട്ടേ ഉള്ളൂ ഐഫോൺ വാങ്ങിയിട്ട്. പക്ഷേ സ്റ്റോറേജ് നിങ്ങൾക്കറിയാമല്ലോ, ഐഫോൺ ഭയങ്കര സ്റ്റോറേജ് പ്രശ്നമാണ്. അപ്പോൾ വീഡിയോസ് കുറേ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കുറേ ആപ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, സ്പേസ് ഇല്ലയെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഒരു ഐപാഡ് വാങ്ങണം. അതുപോലെ തന്നെ അത് നമ്മൾ എടുത്ത വീഡിയോസ് എയർഡ്രോപ്പ് ചെയ്തിട്ട് ഐപാഡിൽ എഡിറ്റിംഗ് ചെയ്യണം. അതായത് ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന പകരം ഐപാഡിൽ എഡിറ്റ് ചെയ്യാം. അപ്പോൾ സ്പേസും കിട്ടില്ല ഫോണിൽ വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്ന ഐപാഡ് എൻ്റെ ആവശ്യത്തിന് ഞാൻ യൂസ് ചെയ്തിരുന്നു വിത്ത് പെർമിഷൻ. അതായത് ഞാൻ പെർമിഷനോട് കൂടിയാണ് യൂസ് ചെയ്തിരുന്നത്. അവിടുത്തെ വർക്ക് ചെയ്യുന്ന ചേട്ടനോട് ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ. കാരണം എൻ്റെ ഫോണിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് സ്പേസിനുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോസും ഷോപ്പിലത്തെ വീഡിയോസൊക്കെ എടുക്കണമെന്ന് ഫുൾ സ്റ്റോറേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആ ചേട്ടനോട് പെർമിഷനൊക്കെ ചോദിച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ യൂട്യൂബിലുള്ള വീഡിയോസും അതിൽ ഇടയ്ക്കൊക്കെ എഡിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സ്മൂത്തായിട്ടും അതുപോലെ തന്നെ അടിപൊളിയായിട്ടും തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതുപോലെ തന്നെ സ്റ്റോറേജിൻ്റെ ഇഷ്യൂസൊക്കെ ആ ഒരു ടൈം ഇല്ലാതിരുന്നു. കാരണം നമ്മൾ വീഡിയോ എടുക്കുക, ഉടനെ തന്നെ എയർ ഡ്രോപ്പ് ചെയ്യുക ഐപാഡിലേക്ക്, പിന്നെ അതിൽ നിന്ന് എഡിറ്റ് ചെയ്യുക, അങ്ങനെയായിരുന്നു. അപ്പോൾ സ്പേസ് ഫോണിലുണ്ടല്ലോ. പക്ഷെ അത് പോയപ്പോൾ തൊട്ട് ഭയങ്കര അങ്ങനെ ഞാൻ ഈ ഒരു മാസത്തിൽ ഭയങ്കരമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തു കേട്ടോ, ശരിക്കും പറഞ്ഞാൽ. കാരണം എൻ്റെ ഫോണിൽ അമ്മാതിരി എന്താ പറയുക, ഫുള്ളായിരുന്നു സ്റ്റോറേജ്. എനിക്ക് അത്യാവശ്യമായിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ പലപ്പോഴും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പല ആപ്പും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ വാട്സപ്പ് ഡിലീറ്റ് ചെയ്യും, ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യും, വാട്സപ്പിലിരിക്കും. അങ്ങനെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സ്റ്റോറേജിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ള കാരണം. എന്നാൽ എൻ്റെ ഫോണിൽ എന്താ ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും എനിക്ക് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് മെമ്മറീസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ, സ്പേസ് ഇല്ലാത്ത കാരണം. അപ്പോൾ ഈ ഒരു മാസം ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തപ്പോൾ ഞാനിങ്ങനെ വീട്ടിലും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയോടൊക്കെ പറഞ്ഞു എനിക്കൊരു ഐപാഡ് വാങ്ങണം. അപ്പോൾ ഐപാഡ് വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യമൊന്നും വലിയ താല്പര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. കാരണം അതങ്ങനെ തന്നെയാണ്, ഞാൻ എന്ത് വാങ്ങുമ്പോഴും ആദ്യം വലിയ ഇതുണ്ടെങ്കിലും പക്ഷേ എല്ലാവരും ആരും പറയാറില്ല. ഇത് യൂസ് ചെയ്ത വേസ്റ്റ് ആവും, നീ കുറച്ച് കാലം കഴിഞ്ഞാൽ അതവിടെ അപ്പുറത്ത് മാറ്റി വയ്ക്കുമോ, അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ പിന്നെ എല്ലാവരും കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ എല്ലാവരുടെ അഭിപ്രായവും കേട്ട് ചെയ്യുന്ന ഒരാളല്ല എൻ്റെ ഒരു കാര്യം കേട്ടോ. എനിക്ക് എന്തെങ്കിലും വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയും, എന്നിട്ട് ഞാൻ പോയി ചെയ്യും. ചില സമയത്ത് ഞാൻ പറയില്ല, പോയി ചെയ്തിട്ടായിരിക്കും ഞാൻ വരിക, അല്ലെങ്കിൽ പോയി വാങ്ങിയിട്ടായിരിക്കും വരിക. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ വീട്ടിലെല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുവാദം ചോദിക്കുന്ന രീതി ചോദിച്ചില്ല, പക്ഷെ ഞാൻ വാങ്ങണം, എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ എല്ലാവരും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കാരണം ഞാൻ ഇന്ന് ഐപാഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇൻട്രോ കുറച്ച് നീണ്ടുപോയി, 5 മിനിറ്റ് ആയിട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനങ്ങനെ ഐപാഡ് വാങ്ങുകയാണ്. ഞാൻ എന്തോ എനിക്കെന്തോ ഭയങ്കര സന്തോഷം കേട്ടോ, എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പ്രൊമോഷണൽ വീഡിയോ അല്ലെങ്കിൽ കൊളാബറേഷൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ സാധനങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഗോൾഡൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കല്യാണ സമയത്തായാലും അച്ഛനെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഇതിപ്പോൾ എൻ്റെ 3rd ഐഫോണാണ്. ഇതിന് മുന്നേ ഞാൻ 2 ഐഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും എൻ്റെ സ്വന്തം ഏണിങ്സ് കൊണ്ട് തന്നെയാണ്. പിന്നെ മൈക്ക്, അങ്ങനെ കുറച്ചധികം ഞാൻ ഗാഡ്ജസ്റ്റ് ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. വേറെയും ഒരു 3 ഫോൺ ഞാൻ വേറെ കുറച്ച് പേർക്ക്, അതായത് വിച്ചുവിനൊരു ഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോൺ എനിക്ക് വേണ്ടി തന്നെ ആൻഡ്രോയിഡിൻ്റെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ ഫോണും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഇങ്ങനെ ക്യാഷ് വേസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല, എന്നാൽ ഇടയ്ക്കൊക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ചില്ല് ചെയ്ത് നടക്കുന്ന ഒരാളാണ്, ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ അങ്ങനെ ക്യാഷ് കുറച്ച് പോകുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനം ക്യാഷ് വാങ്ങാറുണ്ട്, ക്യാഷ് കൊടുത്തിട്ട്. ഗൈസ്, എൻ്റെ ഇൻട്രോ അതിനിടയിൽ ചെറുതായിട്ടൊന്ന് കട്ടായി. അമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നെ കാണാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. അതായത് നെക്സ്റ്റ് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ അത്യാവശ്യം ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. വീഡിയോ അല്ലെങ്കിൽ ഫോണാണ് എൻ്റെ ലൈഫിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ്. ഞാൻ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഫോൺ കൊണ്ട് മാത്രമാണ്. ഈ ഫോണല്ല, മൊബൈൽ ഫോൺ കൊണ്ട് മാത്രമാണ്. കാരണം വീഡിയോ എടുക്കാൻ ഫോൺ വേണം, എഡിറ്റ് ചെയ്യാൻ ഫോൺ വേണം. അപ്പോൾ ഫോണിൻ്റെ സ്റ്റോറേജ് ഇഷ്യൂ ഉള്ള കാരണം എനിക്ക് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ എനിക്ക് വ്ളോഗ് ഇടാനോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ അത് മാറ്റിയാൽ മാത്രമേ എനിക്ക് ഇനി അങ്ങോട്ട് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് എത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്തായാലും ഐപാഡ് വാങ്ങാം. അപ്പോൾ എന്തിനാ ഐപാഡ് വാങ്ങണേ? ടാബ്ലറ്റ് വാങ്ങിയാൽ പോരാ, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ടാബ്ലറ്റ് വാങ്ങിയാൽ പോരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതെൻ്റെ വിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐപാഡ് എന്താ വാങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐപാഡ് ഐഫോണിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എയർ ഡ്രോപ്പ്. അത് ഐഫോൺ യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. എയർ ഡ്രോപ്പ് ഐപാഡിലുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റും നമ്മുടെ വീഡിയോസ്. മറ്റേത് സാംസങ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ USB കേബിൾ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എക്സ്ട്രാ കുറേ ആപ്സ് അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് അയക്കേണ്ടി വരും. അപ്പോൾ അത് കുറച്ച് അധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഐപാഡ് വാങ്ങുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് വരുന്നത് 50K ആണ്. യെസ്, അപ്പം ഞാനതൊക്കെ പോയി അന്വേഷിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ് വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. നേരെ പോയത് നമ്മൾ മൈജിയിലോട്ടാണ് കേട്ടോ. നമ്മൾ വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. മഴയൊക്കെ കൊണ്ട് അങ്ങനെ ഉള്ളിലേക്ക് കയറി. നമ്മൾ ഓൾറെഡി ഇന്നലെ വന്നിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ വാങ്ങാൻ പോകുന്നതിൻ്റെ റേറ്റ് 50K ആണ്. അതായത് 49,900 അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ വാങ്ങാൻ പോകുന്ന ഐപാഡിൻ്റെ റേറ്റ്. 128 GB ഞാൻ വാങ്ങണത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെമോ ഐപാഡൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു, എനിക്ക് തോന്നി നല്ല തന്നെ. ഫൈനലി നമ്മുടെ ഐപാഡ് എൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താ പറയുക, ഭയങ്കര സന്തോഷം കേട്ടോ. ഇങ്ങനെ ഓരോന്നും ഞാൻ ഏൺ ചെയ്യുന്ന പൈസ കൊണ്ട് മേടിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഇതെല്ലാം നിങ്ങൾ കാരണമാണ് ഞാനിതൊക്കെ വാങ്ങുന്നത് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാനിത് ഇവിടം വരെ എത്തിയത്. എനിക്ക് ഓരോരുത്തരോടും നന്ദി പറയണമെന്നുണ്ട്. കാരണം അത്രയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളിതാ ഐപാഡ് കവറൊക്കെ മാറ്റി അതും കൂടെ ഓണാക്കിയപ്പോൾ ഇതാ ആപ്പിളിൻ്റെ ലോഗോ വന്നു, പിന്നെ ഹെലോ വന്നു. എന്തായാലും എനിക്കെന്തോ ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ സാധനവും വാങ്ങി വീട്ടിലെത്തിയത് അത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അതിലേറെ സന്തോഷം എനിക്ക്. അങ്ങനെ അച്ഛനും അമ്മയും കൂടി ഇതാ വീണ്ടും അതൊക്കെ അൺബോക്സ് ചെയ്തു. കുക്കു ഉണ്ടായിരുന്നു തൊട്ട് അടുത്ത്. അവൾ എന്തൊക്കെയോ മാന്തി പൊളിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ ദാ ഐപാഡ് ഓണാക്കാൻ എവിടെയാണ് സ്വിച്ച് എന്ന് ചോദിക്കായിരുന്നു. അപ്പം ഞാൻ അച്ഛനത് ഐപാഡൊക്കെ ഓണാക്കി കൊടുത്തു. എന്തായാലും നമ്മുടെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിൽ ആർക്കും ടാബ്ലറ്റ് ഉണ്ടായിരുന്നില്ല. എനിക്കും ചേച്ചിക്കൊന്നും ടാബ്ലറ്റ് ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ വീട്ടിലത്തെ ഫസ്റ്റ് ടാബാണ്. അത് ഐപാഡ് തന്നെ ആയപ്പോൾ എന്തോ ഭയങ്കര സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ അച്ഛനെ ഭയങ്കര ഇഷ്ടമായി. അച്ഛൻ എന്തൊക്കെയോ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അമ്മ ഇവിടെ എന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വോയിസ് ഓഫാക്കി വെച്ചെന്നേ ഉള്ളൂ. അങ്ങനെ അച്ഛൻ എത്ര പൈസയായി അതൊക്കെ ചോദിക്കുകയായിരുന്നു കേട്ടോ. എത്രയായി? ഇപ്പോൾ ദൈവമേ ഇത്രയ്ക്കൊക്കെ വാങ്ങേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുന്നത് സ്വാഭാവികം, എപ്പോഴും ഉള്ളതാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങുമ്പോൾ അയ്യോ ഇത്ര പൈസ കൊടുത്ത് വാങ്ങേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴും എല്ലാവരും പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുത്തു.
കണ്ടോ അച്ഛനാണ് ഫോട്ടോ എടുക്കുന്നത്. അച്ഛനും പിന്നെ അമ്മയ്ക്കും ഇപ്പം ഞാൻ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവരും ഇപ്പോൾ എന്താ പറയുക എവിടെ പോകുമ്പോഴും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും. അവരും ഓരോ മൊമെൻറ്റ്സും എന്നെപ്പോലെ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെയും പോസ്റ്റ് ചെയ്തില്ലെങ്കിലും അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാമല്ലോ, ഗാലറിയിലുണ്ടാവും. സോ അങ്ങനെ ഞാൻ എന്തോ ഭയങ്കര സന്തോഷം കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ. ഗൈസ് ഫൈനലി നമ്മളിതാ ഐപാഡ് വാങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അവിടെ തന്നെ അൺബോക്സ് ചെയ്തു. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഷോർട്സിന് എടുക്കണ പോലെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഹൊറിസോണ്ടലല്ല, വെർട്ടിക്കലാണ്. ഫൈനലി നമ്മൾ ഐപാഡ് വാങ്ങി. എന്താ പറയുക, ഭയങ്കര സന്തോഷം. നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷം. ഞാനത് ഓൾറെഡി അൺബോക്സ് ചെയ്തു കേട്ടോ. ഇത് ബോക്സ് മാത്രമാണ് കേട്ടോ, ഇത് ബോക്സ് മാത്രമാണ്. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ചാർജിലിട്ടു ഐപാഡ്. കാണിച്ചു തരാം. നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമല്ലോ. ഇതാ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടില്ല, അതുപോലെ തന്നെ കേസ് ഇട്ടിട്ടില്ല. കേസ് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിങ്കാണ് ഓർഡർ ചെയ്തത്. പിങ്ക് കേസ് ഓർഡർ ചെയ്തേക്കുന്നത് ഇന്ന് എത്തും. ഇന്നലെ ഓർഡർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ മൈജിയിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്നാണ് പോയി വാങ്ങിയത്. എന്തോ ഭയങ്കര സന്തോഷം. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടായിരുന്നു കേട്ടോ, ചാർജർ ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ അതൊക്കെ പൊട്ടിച്ച്, അതായത് ചാർജർ ഇട്ടു. ഒരു ചാർജർ അഡാപ്റ്ററും കേബിളും ഉണ്ടായിരുന്നു. സ്ക്രീൻ കാർഡ് ഇല്ല, അതുപോലെ തന്നെ കേസ് ഇല്ല, ഒന്നുമില്ല കേട്ടോ അതിൻ്റെ കൂടെ. ഈ ചാർജറും കേബിളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാ ഇങ്ങനെയാണ് ഓൺ ആക്കിയാൽ നമുക്ക് ഐപാഡിൽ വീഡിയോ എടുക്കാം കേട്ടോ. ഞാൻ ക്യാമറ ഒക്കെ ചെക്ക് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്യാമറ. ഞാൻ കൂടുതൽ സെറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കൊണ്ടുവന്ന് എനിക്ക് ഓൾറെഡി ഇന്നൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് റിട്ടേൺ വരുമ്പോഴാണ് കണ്ടോ ഞാൻ ഐപാഡ് വാങ്ങിയത്. എൻ്റെ ലൈറ്റ് കണ്ടോ, ഞാൻ അങ്ങനെ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഫോണിൽ. അപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി അച്ഛൻ വീഡിയോ എടുത്തിട്ടുണ്ട് കണ്ടോ. എന്നേക്കാൾ മുന്നേ അച്ഛൻ വ്ലോഗ് എടുത്തു ഓൾറെഡി ഫസ്റ്റ്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫാമിലി ഫോട്ടോ, ഇപ്പോഴുള്ള ഫാമിലി മെമ്പേഴ്സ് വെച്ചിട്ട് ഫോട്ടോ എടുത്തു. യൂറോപ്പിലുള്ള ആളുകളെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഐപാഡ് വാങ്ങി. എന്താ പറയുക, ഇപ്പം ഈ കാണുന്ന എല്ലാവരോടും എനിക്ക് താങ്ക്സ് പറയണം. കാരണം നിങ്ങൾ കണ്ടില്ലെങ്കിൽ, നിങ്ങളുടെ വ്യൂസ് ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എവിടെ എത്തില്ലായിരുന്നു. കാരണം എൻ്റെ ഇൻസ്റ്റഗ്രാമിലായാലും എൻ്റെ യൂട്യൂബിലായാലും എൻ്റെ ഒരു വീഡിയോ കാണാൻ കുറച്ച് പേരുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ട്. അവരൊക്കെ ഉള്ള കാരണമാണ് ഞാൻ ഇതുവരെ എത്തിയത്. സോ നിങ്ങളെല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചതിന് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എത്ര നമ്മൾ വീഡിയോസ് ഇട്ടാലും, എത്ര നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള വീഡിയോസ് ഇട്ടാലും വ്യൂസ് കുറവുള്ള ആൾക്കാർ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത നല്ല രീതിക്കുള്ള വ്യൂസ് ഉണ്ട്. ഭയങ്കര വ്യൂസ് എന്നല്ല, എന്നാലും കുഴപ്പമില്ലാത്ത നല്ല വ്യൂസ് ഉണ്ട്. ആ വ്യൂസിനുള്ള ഏണിങ്സ് എനിക്ക് കിട്ടുന്നുമുണ്ട് യൂട്യൂബിൽ നിന്നായാലും. ഇപ്പോൾ നമ്മൾ ആഡ് ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വ്യൂസാണ് അവർ നോക്കുക ആഡ് ഷൂട്ടിനൊക്കെ. അപ്പോൾ അതൊക്കെ ആയാലും എനിക്ക് അത് കുഴപ്പമില്ലാത്ത നല്ല വ്യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിനായിട്ട് എന്നെ ഇവിടെ വരെ എത്തിക്കാനുള്ള ഒരു റീസൺ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ ഓരോന്നും ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ അച്ചീവ് ചെയ്യുമ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് വന്നിട്ട്. അപ്പോൾ ഇതും നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും അറിയിക്കണം തോന്നി. അങ്ങനെ ഫൈനലി ഐപാഡ് വാങ്ങി. എന്തോ ഭയങ്കര സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞിട്ട് റിട്ടേൺ വരുമ്പോഴാണ് നമ്മൾ മൈജി കയറിയിട്ട് ഐപാഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ കേസ് ഓർഡർ ചെയ്തിട്ട് ഇന്ന് എത്തും. അപ്പോൾ കേസ് എത്തിയിട്ട് ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാം കേട്ടോ. ഒരു പിങ്ക് കേസാണ് ഓർഡർ ചെയ്തത്. പിങ്ക് ഐപാഡാണ് നോക്കിയത്, പക്ഷേ സ്റ്റോക്ക് ഇല്ല. ഉള്ള സ്റ്റോക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ പിന്നെ എനിക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ വയ്യ. പിന്നെ എന്ത് ഐപാഡാണെങ്കിലും അതിൻ്റെ ആ കേസ് ഇട്ടാൽ പോയി. എന്ത് കളറാണെങ്കിലും അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വെച്ചു സിൽവർ വാങ്ങിയിട്ട് പിങ്ക് കേസ് ഇടാം കേട്ടോ. അങ്ങനെ അപ്പം ഇനി ഞാൻ കേസ് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ച് ഫ്രഷ് ആയിട്ടൊന്ന് അമ്പലത്തിൽ പോകണം. നമ്മൾ തൃപ്രയാർ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്ന്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു. എനിക്ക് ആ ഒരു ഷൂട്ടിൻ്റെ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന കാരണം അതിൻ്റെ തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഐപാഡിൽ ഇരുന്നിട്ടേ ഇല്ല. വാങ്ങി കൊണ്ടുവന്നു, ചാർജിനിട്ടു, അച്ഛനമ്മേനെ കാണിച്ചു, അവരുടെ കൂടെ ഫോട്ടോ എടുത്തു. ഞാനൊരു ഫോട്ടോ എടുത്തു, ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടു, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു. ന്യൂ മെമ്പറിനെ ഞാൻ കാണിച്ചു, എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഐപാഡിൽ പിന്നെ കാര്യമായിട്ട് നോക്കാനൊന്നും ഇരുന്നിട്ടില്ല. ഇനിയിപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ വേഗം പോയിട്ട് അമ്പലത്തിലൊക്കെ പോട്ടെ. അപ്പോഴേക്കൊക്കെ ഇനിയും കേസ് വരുന്നുണ്ടാവുള്ളൂ. കേസ് വന്നിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇന്ന് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഈ ഒരു ഇരുട്ടത്ത് വീഡിയോ എടുക്കാൻ തോന്നുന്നു. ഞാൻ ലൈറ്റൊന്നും ഇട്ടിട്ടില്ലേ. എൻ്റെ വിച്ചുവിനെ കണ്ടോ, എൻ്റെ വിച്ചു.
ഓക്കെ, അപ്പോൾ ഇവിടെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ വലിയ ഫോട്ടോയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. എൻ്റെ ഹിപ്പിൻ്റെ വരെ അത്രയും നീളമുണ്ട് കേട്ടോ, താഴ്ത്തുന്ന കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ കളഞ്ഞിട്ടില്ല, കളയാൻ തോന്നണില്ല. കാരണം ശരിക്കും ഒരാളുടെ ഫേസിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു ഫോട്ടോയാണത്. അപ്പോൾ ഞാൻ എന്തോ പറഞ്ഞ് മാറി പോണു. അപ്പോൾ ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഈ എക്സ്ട്രാ ലൈറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഞാൻ വേറെ ലൈറ്റ് ഒന്നും ഓൺ ആക്കിയിട്ടില്ല. എന്തോ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തോന്നി. അതിന് കുറച്ച് ഇരുട്ടുള്ള പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി തന്നെയല്ലേ. ഓക്കെ, അപ്പം ഞാൻ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആവട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ എന്താ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നു. നല്ല സുഖമായിട്ട് തന്നെ തൊഴുതു. നമ്മൾ തൃപ്രയാർ അമ്പലത്തിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പോണേട്ടും അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു തൊട്ട് മുൻപായിട്ടാണ് കൊറിയർ ചേട്ടൻ വന്നിട്ട് നമുക്ക് കൊറിയർ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കൊറിയർ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ഐപാഡിൻ്റെ പൗച്ച്. അപ്പോൾ എനിക്ക് ഐപാഡോ നിങ്ങളായിട്ട് ലൈവായിട്ട് അൺബോക്സ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഐപാഡിൻ്റെ പൗച്ച് നമുക്ക് ലൈവായിട്ട് അൺബോക്സ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഐപാഡ് പിങ്ക് വാങ്ങാനായിരുന്നു ഇഷ്ടം. പക്ഷേ പിങ്ക് സ്റ്റോക്ക് ഉള്ളത് കുറച്ച് ഡിലേ വരുന്നു പറഞ്ഞു വരാൻ. അപ്പോൾ പിന്നെ അത്രയും വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ. ഓക്കെ, സാരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ബ്ലൂ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനുള്ള സാരി കേട്ടോ. എനിക്കറിയില്ല ഞാൻ എന്താ ഇന്ന് ഈ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഈ ഒരൊറ്റ ലൈറ്റിൽ വെച്ചിട്ട് വീഡിയോ എടുക്കണേന്ന് കേട്ടോ. എന്തോ ഇഷ്ടമായി ഈ ലൈറ്റുള്ള വീഡിയോ എടുക്കുമ്പോൾ. ഓട്ടിക്കാം. അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്തു. അത് ഫസ്റ്റ് തന്നെ അതാ ഒരു പെന്നാണ് കേട്ടോ വന്നത്. കണ്ടോ, ഒരു പെന്ന് വന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ കേസ്, ഇതാണ് നമ്മുടെ കേസ്. അടിപൊളി. ഇതായിരുന്നു സെയിം നമ്മൾ ഐപാഡും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുള്ള കളറ്. പക്ഷേ കിട്ടിയില്ല. പക്ഷെ കുഴപ്പമില്ല, കേസ് കിട്ടിയില്ല. അത് മതി, എന്തായാലും കേസേ കാണുള്ളൂ. ബാക്കിൽ കണ്ടോ, ഇതാണ് കേട്ടോ ഒരു സിലിക്കോൺ. ഫ്രണ്ട് ഒരു സിലിക്കോൺ ടൈപ്പാണ്, ബാക്ക് കുറച്ച് പ്ലാസ്റ്റിക്കാണ്. കുഴപ്പമില്ല, കുറച്ച് കാലം നമുക്കിതിടാം. നമുക്ക് ഇതിലേക്ക് ഐപാഡ് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് കാണുന്നത്. കൊള്ളാം. എനിക്ക് പിടിക്കുമ്പോൾ പിങ്ക് കാണും. ഫൈനലി ഞാൻ എൻ്റെ ഐഫോണിൻ്റെ കവർ ഇട്ടു, പിങ്ക് കളർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലൊന്നും ഞാനിതിൽ ചെയ്തിട്ടില്ല, സമയമില്ലാത്ത കാരണം. ഇനി വേണം ഇരിക്കാൻ. അയ്യോ, ഓൾറെഡി ഓണായിരുന്നു. സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടില്ല കേട്ടോ. അതാണ് ഇങ്ങനെ കയ്യിൻ്റെതൊക്കെ വരുന്നത്. സ്ക്രീൻ കാർഡ് 2 ദിവസം കഴിഞ്ഞിട്ട് ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഫൈനലി ബാക്ക് ക്യാമറയാണ്. ഓക്കെ, ഫ്രണ്ട് ക്യാമറ ഉള്ള ഇതിൻ്റെ ക്യാമറ എവിടെയാണാവും. ഓക്കെ, എന്തായാലും ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തു. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന്, അത്രയും ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സാധനങ്ങളും ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇന്ന് കുറച്ചധികം ഹാപ്പിയാണ്. എൻ്റെ മൈൻഡിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു ഐപാഡ്. പക്ഷേ ഒരു ടൈമിൽ എന്തോ മനസ്സിൽ കയറിപ്പറ്റി വാങ്ങാനുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം. അങ്ങനെ ആഗ്രഹത്തിൻ്റെ പിന്നിൽ ഞാൻ കുറച്ചധികം ഹാർഡ് വർക്ക് ചെയ്തു. കുറച്ചധികമല്ല, ഒരു സ്വല്പം കുറച്ച് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളൂ ഇതിന് വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി എനിക്കതെൻ്റെ കയ്യിൽ കിട്ടി. നിങ്ങളൊക്കെ ഉള്ള കാരണം, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഉള്ള കാരണമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ. എനിക്കിപ്പോൾ ഞാൻ കൂടുതൽ അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല ഈ ഒരു വീഡിയോ. ഐപാഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഐപാഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. എല്ലാം ആപ്പിൾ ഐ ഡി, കുറച്ച് ആപ്പ് കയറ്റാനുണ്ട്. എഡിറ്റിംഗ് ആപ്പ്, മെയിനായിട്ട് ഐപാഡ് വാങ്ങിയത് എനിക്ക് എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ചധികം ആപ്പ് കയറ്റിടാൻ, വീഡിയോസ് എഡിറ്റിങ്ങിനാണ് മെയിനായിട്ട്. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ കയറ്റിടാൻ വേണ്ടി വാങ്ങിയതാണ്. എൻ്റെ കണ്ണ് നല്ല ഭംഗിയുണ്ടോ? എനിക്കെന്തോ ഇഷ്ടമായി എൻ്റെ കണ്ണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ്. ഞാൻ ഐപാഡിൻ്റെ ഇതിൽ നോക്കണം. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ ഐപാഡ് നിങ്ങളെ കാണിക്കാം കേട്ടോ. കൂടുതൽ ഞാൻ വിളിച്ചു നീട്ടുന്നില്ല. ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇനി നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കാരണമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഞാൻ ഒറ്റയ്ക്കല്ല എന്തായാലും ഇവിടെ വരെ എത്തിയത്, നിങ്ങളൊക്കെ ഉള്ള കാരണം തന്നെയാണ് കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ.